നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വലിയ ഹൈപ്പിൽ വന്ന് ഫ്ലോപ്പായി മാറിയ ചില ബ്രഹ്മാണ്ഡ സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിൽ ആദ്യത്തേത് അക്ഷയ് കുമാറിന്റെ സിനിമയാണ്. ആ ഒരു സിനിമയാണ് സാമ്രാട്ട് പൃഥ്വിരാജ്. യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന പൃഥ്വിരാജ് എന്ന കിങ്ങിന്റെ യഥാർത്ഥ സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർ ആയി പല മാറ്റങ്ങൾ വരുത്തിയ ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയായിരുന്നു സാമ്രാട്ട് പൃഥ്വിരാജ്. സിനിമയ്ക്ക് 300 കോടിക്കടുത്ത് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ 100 കോടിയാണ് തിരിച്ചു പിടിച്ചത്. CGI യൂസ് ചെയ്തുകൊണ്ടുള്ള പല മാസ് സീനുകളും സിനിമയിലുണ്ടായിരുന്നു. അടുത്ത സിനിമയാണ് പൊന്നിയിൻ സെൽവൻ. പൊന്നിയിൻ സെൽവൻ 1 എന്ന സിനിമ 230 കോടി ബഡ്ജറ്റിൽ വന്ന് 500 കോടിക്കടുത്ത് കളക്ഷൻ നേടിയ തമിഴിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 4ാമത്തെ സിനിമയായിരുന്നു പൊന്നിയിൻ സെൽവൻ. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വലിയൊരു ഹൈപ്പിലാണ് വന്നത്. സിനിമയുടെ ബഡ്ജറ്റ് 250 കോടിയായിരുന്നു. സിനിമ 1നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു വിജയം നേടിയില്ല, എങ്കിലും കളക്ഷൻ നേടിയ സിനിമയാണ്. സിനിമയുടെ കളക്ഷൻ 345 കോടിയായിരുന്നു. സിനിമയ്ക്ക് പല ട്രോളുകളും വന്നിരുന്നു. അടുത്ത സിനിമയാണ് ചിരഞ്ജീവി നായകനായ സൈറ നരസിംഹ റെഡ്ഡി. ഈ ഒരു സിനിമയും യഥാർത്ഥ ക്യാരക്ടറെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയായിരുന്നു. സിനിമയ്ക്ക് വലിയൊരു കാസ്റ്റിംഗ് തന്നെ ഉണ്ടായിരുന്നു. വിജയ് സേതുപതി, തമന്ന, സുദീപ്, നയൻതാര, അനുഷ്ക ഷെട്ടി, അമിതാഭ് ബച്ചൻ വരെ സിനിമയിലുണ്ടായിരുന്നു. ഇത്രയൊക്കെ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിലും സിനിമ ഒരു ബോംബായിരുന്നു. ഈ ഒരു സിനിമയിൽ ഓവറായ പല മാസ് സീനുകളും ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ ഡയറക്ടറാണ് ഏജന്റ് എന്ന സിനിമ എടുത്തത്. ഏജന്റ് എന്ന സിനിമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബോംബുകളിൽ ഇടം നേടിയ സിനിമയാണ്. 85 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 8 കോടിയാണ് തിരിച്ചു പിടിച്ചത്. എന്തോ ഒരു കഷ്ടകാലത്തിന് നമ്മുടെ മമ്മൂക്കയും ഈ സിനിമയിൽ അഭിനയിച്ചു. ഏത് ഗുളിയം കയറിയ സമയത്താടോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്. അപ്പോൾ നമ്മുടെ സൈറ നരസിംഹ റെഡ്ഡി എന്ന സിനിമ 300 കോടി ബഡ്ജറ്റിൽ വന്ന് 200 കോടിക്കടുത്തേ കളക്ഷൻ നേടിയുള്ളൂ. ഒട്ടും തന്നെ ലോജിക്കില്ലാത്ത, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ബംഗാളികളെ വരെ തോൽപ്പിച്ച ഒരു വ്യത്യസ്തമായ ക്ലൈമാക്സ് സിനിമയ്ക്കുണ്ടായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ ചിരഞ്ജീവിയുടെ തല ഒരു ബ്രിട്ടീഷുകാരൻ വന്ന് 6 അടിക്കുന്നത് പോലെ അടിച്ചു തെറിപ്പിക്കും. പക്ഷെ എന്നിട്ടും ചത്തില്ല. തലയില്ലാതെ ഒരു ഫൈറ്റ്. അടുത്തത് അല്ലു അർജുന്റെ സിനിമയാണ്. ആ ഒരു സിനിമയാണ് 2011 പുറത്തിറങ്ങിയ ബദ്രീനാഥ് എന്ന സിനിമ. ആ ഒരു കാലഘട്ടത്തിൽ 40 കോടി ബഡ്ജറ്റിൽ വന്ന, ആ ഒരു ടൈമിലെ അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വന്ന സിനിമയായിരുന്നു ബദ്രീനാഥ് എന്ന സിനിമ. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. സിനിമ ഒരു ഫ്ലോപ്പായിരുന്നു. ഈ ഒരു സിനിമ ഇടയ്ക്കിടയ്ക്ക് മഴവിൽ മനോരമയിൽ വരുമായിരുന്നു. നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. അടുത്തതൊരു ഫാന്റസി സിനിമയാണ്. ആ ഒരു സിനിമയാണ് വിജയണ്ണന്റെ പുലി എന്ന സിനിമ. ആ ഒരു വർഷം ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന ഒരു വിജയ് സിനിമയായിരുന്നു പുലി. സിനിമയുടെ സ്ക്രിപ്റ്റിലും മേക്കിങ്ങിലും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ വർഷം ഏറ്റവും കൂടുതൽ ട്രോളുകൾ വന്ന സിനിമ കൂടിയായിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 100 കോടിയായിരുന്നു. സിനിമ ഒരു ഫ്ലോപ്പ് ആണെങ്കിലും ബഡ്ജറ്റ് തിരിച്ചു കിട്ടിയ സിനിമയാണ്. അടുത്ത സിനിമയാണ് സെയിം വർഷം തന്നെ പുറത്തിറങ്ങിയ രുദ്രാമദേവി എന്ന സിനിമ. ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷം സെയിം വർഷം തന്നെ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു അത്. അനുഷ്ക ഷെട്ടിയും ബാഹുബലിക്ക് ശേഷം റാണയും അല്ലു അർജുൻ വരെ സിനിമയിലുണ്ടായിരുന്നു. ഇതുകൊണ്ടെല്ലാം തന്നെ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പായിരുന്നു. പക്ഷെ സിനിമ ഹൈപ്പിനൊത്ത സിനിമയായിരുന്നില്ല. എല്ലാവരും ബാഹുബലി പ്രതീക്ഷിച്ചാണ് പോയത്. 80 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 32 കോടിയാണ് കളക്ഷൻ നേടിയത്. അടുത്ത സിനിമയാണ് മരക്കാർ. മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് 100 കോടി ബഡ്ജറ്റിൽ വന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു മരക്കാർ. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. വലിയൊരു കാസ്റ്റിംഗും സിനിമയ്ക്കുണ്ടായിരുന്നു. നമുക്കറിയാം പ്രിയദർശനായിരുന്നു ഡയറക്ടർ. 100 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 40 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയത്. സിനിമയ്ക്ക് ഒരുപാട് ട്രോളുകളും വന്നിരുന്നു. സിനിമയിലെ പല സീനുകളും വേൾഡ് ഫേമസ് സിനിമയായ ബ്രേവ് ഹാർട്ട് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അടുത്ത സിനിമയാണ് മമ്മൂക്ക നായകനായ മാമാങ്കം എന്ന സിനിമ. പഴശ്ശിരാജ, വടക്കൻ വീരഗാഥ തുടങ്ങിയ മികച്ച ചരിത്ര സിനിമകൾ ചെയ്ത മമ്മൂക്കയുടെ വർഷങ്ങൾക്ക് ശേഷം വന്ന പുതിയൊരു ചരിത്ര സിനിമയായിരുന്നു മാമാങ്കം. ഇതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് 60 കോടിക്കടുത്ത് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. 30 കോടിക്കടുത്താണ് കളക്ഷൻ നേടിയത്. സിനിമയ്ക്ക് ഒരുപാട് ട്രോളുകൾ വന്നിരുന്നു. അടുത്ത സിനിമയാണ് അമീർ ഖാൻ നായകനായ തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന സിനിമ. ഇന്ത്യയിലെ തന്നെ
ഏറ്റവും വലിയ വിജയത്തിന് ശേഷം, അതായത് 70 കോടി ബഡ്ജറ്റിലൊന്ന് 2000 കോടി കളക്ഷൻ നേടിയ ദംഗൽ എന്ന സിനിമയ്ക്ക് ശേഷം അമീർ ഖാന്റെ നെക്സ്റ്റ് സിനിമയായിരുന്നു തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ. ദംഗൽ എന്ന സിനിമ ഭൂരിഭാഗം കളക്ഷനും ചൈനയിൽ നിന്നാണ് നേടിയത്. അങ്ങനെയാണ് ദംഗൽ 2000 കോടി ക്ലബിൽ കയറിയത്. അങ്ങനെ ദംഗലിന്റെ വിജയത്തിന് ശേഷം നെക്സ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പിൽ വന്ന സിനിമയാണ്. അമിതാഭ് ബച്ചനും സിനിമയിലുണ്ടായിരുന്നു. സിനിമ 300 കോടിക്കടുത്ത് കളക്ഷൻ നേടി. പക്ഷേ സിനിമയുടെ ബഡ്ജറ്റ് 300 കോടിക്ക് മേലെയായിരുന്നു. അടുത്ത സിനിമയാണ് ഹൃതിക് റോഷന്റെ മോഹൻ ജൊതേരോ എന്ന സിനിമ. ഈ ഒരു സിനിമയ്ക്കും വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതൊരു മികച്ച സിനിമയായിരുന്നു. എങ്കിലും ഫ്ലോപ്പായി മാറി. 120 കോടി ബഡ്ജറ്റിലൊന്ന സിനിമ 100 കോടിക്കടുത്തേ കളക്ഷൻ നേടിയുള്ളൂ. അടുത്ത സിനിമയാണ് കങ്കുവ എന്ന സിനിമ. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. സൂര്യനന്റെ കരിയറിലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു അത്. 300 കോടിയായിരുന്നു ബഡ്ജറ്റ്. സിനിമ 100 കോടിക്കടുത്തേ കളക്ഷൻ നേടിയുള്ളൂ. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ശിവയായിരുന്നു. ഇദ്ദേഹം തുടക്കകാലങ്ങളിൽ പല മികച്ച സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ലേറ്റസ്റ്റ് ആയി വന്ന സിനിമകളിൽ മെയിൻ ആയ ഒരു സിനിമയായിരുന്നു അണ്ണാത്തെ. ഈ ഒരു സിനിമയും ഫ്ലോപ്പ് ആയിരുന്നു. കങ്കുവയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ട്രെയിലർ കൊണ്ട് വലിയൊരു ഹൈപ്പ് കയറി. പക്ഷേ ട്രെയിലറിൽ കണ്ടതല്ല സിനിമയിലുള്ളത്. ട്രെയിലർ കണ്ടപ്പോൾ പലരും പല സ്റ്റോറികൾ ഗസ് ചെയ്തു. ട്രെയിലർ കണ്ടാൽ 2 ട്രൈബുകൾ തമ്മിലുള്ള ഒരു ക്ലാഷ് സിനിമയാണെന്ന് തോന്നും. നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ ഒരു നല്ല ട്രൈബ്, ഒരു വില്ലൻ ട്രൈബ്. വില്ലൻ ട്രൈബ് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു മാസ് ലീഡറായിരുന്നു കങ്കുവ. ഒരു പ്രത്യേക നിമിഷത്തിൽ കങ്കുവ തോൽക്കുമെന്ന് വിചാരിക്കുമ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ കാണുന്നത് പോലെ കാർത്തിയുടെ മാസ് എൻട്രി. അങ്ങനെയുള്ള ഒരു മാസ് സിനിമയായി പലരും ഗസ് ചെയ്തു. പക്ഷെ സിനിമയുടെ പോസ്റ്റർ പുറത്തുവിട്ടപ്പോൾ ഇതൊരു ടൈം ട്രാവൽ സിനിമയാണെന്നും പലരും കരുതിയിരുന്നു. അതായത് 2 സൂര്യ ക്യാരക്ടേഴ്സ്, ഒന്ന് പാസ്റ്റിൽ മറ്റൊന്ന് ഫ്യൂച്ചറിൽ. പാസ്റ്റിലെ സൂര്യയെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വില്ലൻ ട്രൈബ് പ്രതീക്ഷിക്കാതെ വന്ന് അറ്റാക്ക് ചെയ്ത് കങ്കുവ ട്രൈബിലെ ഒരുപാട് ആളുകളെ ചതിയിലൂടെ കൊല്ലുന്നു. കങ്കുവ ട്രൈബിന് രണ്ടാമത് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ആളില്ലാതെയാവുന്നു. പെട്ടെന്ന് ഫ്യൂച്ചറിലെ സൂര്യ എങ്ങനെയോ ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിപ്പെടുന്നു. ഫ്യൂച്ചറിലെ സൂര്യയുടെ കയ്യിൽ മോഡേൺ വെപ്പൺസ് ഉണ്ട്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഒരു മാസ് ടീമപ്പായി പിന്നീട് യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ അപ്പോഴും അതൊരു മാസ് സിനിമയാവും. ഇനി വെടിയുണ്ട കഴിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിലെ സൂര്യക്ക് പോയി ഫ്യൂച്ചറിലെ മറ്റാളുകളെ കൊണ്ടുവരാം. പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ അതും ഒരു മാസ സീന. ഇങ്ങനെ പല ആളുകളും പല ഫാൻ തിയറീസും ഉണ്ടാക്കി. മറ്റു ചില ആളുകൾ ഇത് ധീര സിനിമ പോലെയാകുമെന്ന് കരുതി. യഥാർത്ഥത്തിൽ ഏകദേശം അങ്ങനെ തന്നെയാണ് സിനിമ വന്നത്. നമ്മൾ കങ്കുവ സിനിമയുടെ സ്റ്റോറി മാത്രം കണ്ണടച്ച് കേട്ടാൽ ഇതും ധീര സിനിമ പോലെ ഒരു മാസ സ്റ്റോറിയാണ്. ഇവിടെ പറ്റിയ മിസ്റ്റേക്ക് നടനോ സ്റ്റോറിയോ അല്ല, അത് ഡയറക്ടറിന്റെ വ്യൂവിലാണ്. നമ്മൾ സിനിമയിൽ കാണുന്നതെല്ലാം ഓരോ ഡയറക്ടറിന്റെയും വ്യൂ പോലെ. ഈ സെയിം സ്റ്റോറി തന്നെ രാജമൗലിയോ മറ്റൊരു ഡയറക്ടറോ ഡയറക്ട് ചെയ്താൽ രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അടുത്ത സിനിമയാണ് ആദിപുരുഷ് എന്ന സിനിമ. ഈ ഒരു സിനിമ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റായ 700 കോടി ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ വന്നത്. 200 കോടി രൂപയാണ് കലക്കി സിനിമയുടെ VFXന് ചെലവായത്. ബാഹുബലി 2ന്റെ ടോട്ടൽ ബഡ്ജറ്റ്, VFXന്റെ എല്ലാ ടോട്ടൽ ആയിട്ടുള്ള ബഡ്ജറ്റ് 250 കോടിയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദിപുരുഷ് സിനിമയ്ക്ക് 700 കോടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഈ സിനിമ നന്നാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് VFX ചെയ്തവനെ പിടിച്ച് പിരാനെ കിട്ടുകൊടുക്കണം. രണ്ടാമത് ചെയ്യേണ്ടത് രാമായണം സിനിമ എടുക്കുന്നതിന് അവഞ്ചേഴ്സ് അടക്കമുള്ള ഹോളിവുഡ് സിനിമകൾ കാണാൻ പോയ ഡയറക്ടറിന്റെ മോന്ത കൊണ്ടുവന്നു 700 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 320 കോടിയാണ് തിരിച്ചു പിടിച്ചത്. സിനിമയുടെ റിലീസിന് ശേഷം ബഡ്ജറ്റിൽ പല മാറ്റങ്ങൾ വരുത്തി. 500 കോടിയാണെന്നും 600 കോടിയാണെന്നും പറയുന്നു. എന്തൊക്കെയായാലും സിനിമ